ഹായ്. നല്ല വ്യത്യസ്തമായ തിരക്കുകളിലായിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി മതം വിട്ടവർ എന്ന എപ്പിസോഡ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അറിയാമല്ലോ, പല തരത്തിലുള്ള തിരക്കുകൾ, പിന്നെ ചില ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെയ്യാൻ കഴിയാതെ പോയത്, ക്ഷമിക്കുക. അപ്പോൾ നമുക്കറിയാം, യുക്തിവാദികളെ പൊതുവെ മതവിശ്വാസികൾ ആക്ഷേപിക്കാറുള്ളത് ലിറ്റ്മസിന് ശേഷം ഇങ്ങോട്ട് ഇൻസെസ്റ്റ്, അതായത് രക്തബന്ധങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ എമ്പാടുമുള്ളത് യുക്തിവാദികളിലാണ് എന്നായിരുന്നു. ഇപ്പോഴും അതെ, അതവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ തന്തയും മക്കളും തമ്മിലും, മക്കൾ പരസ്പരവും, കാരുണ്യവാനായ രക്ഷിതാവു തന്നെ അദ്ദേഹത്തിൻ്റെ അനുമതി പ്രകാരം അനുവദിച്ചു നൽകിയതാണിതൊക്കെയെന്നും, അങ്ങനെയാണ് ആദം സന്തതികൾ ഇങ്ങനെ പെറ്റുപെരുകിയത് എന്നുമുള്ള വിശ്വാസത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് എങ്ങനെയാണ് യുക്തിവാദികളെ ഇവർക്ക് പറയാൻ സാധിക്കുന്നത് എന്നറിയില്ല. എന്ത് തന്നെയായാലും പൊതുവിൽ മതവിശ്വാസികൾ അങ്ങനെ തന്നെയാണ്. കാരണം അവർക്ക് ഒന്നിനും ഒരു തെളിവ് വേണ്ട. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതല്ലേ എല്ലാം. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തെളിവുകൾ വേണ്ട, ലോജിക്ക് വേണ്ട, യുക്തിപരമാണോ ബുദ്ധിപരമാണോ, അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയമേ അല്ല. എന്ത് കിട്ടിയാലും തൊള്ള തൊടാതെ വിഴുങ്ങുന്നു. അതാണ് ശീലം. അത് തന്നെയാണ് അവർ ശീലിച്ചു പോകുന്നതും ശീലിപ്പിച്ചു പോരുന്നതും. ഇപ്പോൾ നമ്മുടെ മതം വിട്ട വ്യക്തിയായ കാപ്പാടുകാരി, നടക്കാവ് താമസിക്കുന്ന സാബിറയ്ക്ക് നമ്മളോട് വെളിപ്പെടുത്താൻ ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നത്രേ. ആ ഡോക്ടറുടെ പ്രധാനപ്പെട്ട ജോലി അബോർട്ട് ചെയ്യലാണ്. അപ്പോൾ ഒരിക്കൽ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്രേ, ഞാൻ എന്തുകൊണ്ടാണ് അബോർട്ട് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് വലിയ ഒരു സേവനമാണ് എന്ന്. കാരണം ഇപ്പോൾ കോഴിക്കോട് എനിക്കറിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. കോഴിക്കോട് വന്നതിന് ശേഷം പലതും അറിയുകയായിരുന്നു, മനസ്സിലാക്കുകയായിരുന്നു, വ്യത്യസ്തമായ വിജ്ഞാനങ്ങൾ നേടുകയായിരുന്നു. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം കോഴിക്കോട് പൊതുവെ നമുക്കറിയാം, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ ഉമ്മയ്ക്ക് വലിയ പ്രായമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ പ്രസവത്തിന് ഈ പെൺകുട്ടി പ്രസവിച്ച് കിടക്കുന്നത് സാധാരണഗതിയിൽ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെയാണ്. ആ സമയത്ത് വരുന്ന മരുമകന് വഴങ്ങിക്കൊടുക്കുന്ന അനേകം ഉമ്മമാരെ ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ എനിക്ക് അടുത്തറിയാം. അതുപോലെ ഭർത്താക്കന്മാർ അവരുടെ അറിവോടെയും സമ്മതത്തോടെയും കൂടി തന്നെ അനുജനും ജ്യേഷ്ഠനും ആദ്യത്തെ ഭാര്യയിലുള്ള മക്കൾക്കും ഒക്കെ സ്വന്തം ഭാര്യയെ വച്ചുമാറുന്നത്, മക്കളെ കടം കൊടുക്കുന്നത് കൃത്യമായി അനുഭവിച്ചറിഞ്ഞ സത്യമാണ് ഞാനത്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അതായത് കൊച്ചുമ്മയെ, വാപ്പയുടെ അനുജൻ്റെ ഭാര്യയെ, ആ ജ്യേഷ്ഠൻ്റെ ഉപയോഗം കഴിഞ്ഞ്, അതായത് വാപ്പയുടെ അനുജൻ്റെ ഭാര്യയാണ്, ജ്യേഷ്ഠൻ്റെ ഉപയോഗം കഴിയാൻ വേണ്ടിയിട്ട് അനുജൻ ആ വീടിൻ്റെ ഉമ്മറത്ത് കാത്തു നിൽക്കുന്ന ഒരു സ്റ്റേജ് ഞാൻ കണ്ടു. അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ അബോർട്ട് ചെയ്ത് കൊടുത്തിരുന്നത് ആർക്കാണ് എന്നുള്ളതല്ലേ. അതായത് വാപ്പയാൽ, പിതാവിനാൽ ഗർഭം ധരിച്ച മകൾ, ആങ്ങളയാൽ ഗർഭം ധരിച്ച പെങ്ങൾ, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിനാൽ ഗർഭം ധരിച്ച അനുജത്തി, എങ്ങനെയാണ് അബോർട്ട് ചെയ്ത് കൊടുക്കാതിരിക്കാൻ സാധിക്കുന്നത്? ഇവരൊക്കെ കാല് പിടിച്ച് ഡോക്ടറോട് കരയുകയാണത്രേ. ഇത് താങ്കൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സേവനമാണ്. അതല്ലെങ്കിൽ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാനല്ലാതെ ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അത് പൊതുജനങ്ങളോട് തുറന്നു പറയുന്ന ഒരു രംഗമാണ് സാബിറയ്ക്ക് ഇന്ന് നമ്മളോട് വെളിപ്പെടുത്താനുള്ളത്. അപ്പം മതം വിട്ട മനുഷ്യൻ എപ്പോഴും പല കാര്യങ്ങളെയും
മാനവികതയോടുകൂടിയും അതുപോലെ നിരൂപണ ബുദ്ധിയോടുകൂടിയുമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ഒരു മുൻധാരണയോടുകൂടി അതിനെ സമീപിക്കാൻ ബുദ്ധിയുള്ളവർ, യുക്തിയുള്ളവർ ശ്രമിക്കാറില്ല. അപ്പോൾ അതൊരു സേവനമാണ്. ഇനി നിങ്ങളൊന്ന് പറയൂ, ഇൻസെസ്റ്റ് എവിടെയാണുള്ളത്? ഏതെങ്കിലും യുക്തിവാദി സ്വന്തം മക്കൾക്ക് കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത ചരിത്രം നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മലപ്പുറത്തിന്റെ മണ്ണിൽ സ്വന്തം പിതാവിനാൽ ഗർഭം ധരിച്ച എത്രയെത്ര മക്കൾ, അതിൽ 100 എണ്ണം ഉണ്ടാകുമ്പോൾ 1 എണ്ണം മാത്രമാണ് വാർത്തയാകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. മദ്രസ പീഡനങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകമറിയാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ന്യൂനതകൾ നമ്മൾ തന്നെ മറച്ചു വയ്ക്കാറായിരുന്നു പതിവ്. കാരണം പരലോകത്തിൽ അള്ളാഹു മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി. അപ്പോൾ സാബിറ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട്. അതുപോലെ മദ്യം ഇനിയും ഹലാലായ ഒരു സംവിധാനം വരും. പലിശ ഹലാലാക്കുന്ന ഒരു രീതി വരും. വേശ്യാലയങ്ങൾ, ഹലാൽ വേശ്യാലയങ്ങൾ വരും. കാരണം ഇതൊക്കെ വെച്ചുകൊണ്ടാണല്ലോ പടച്ച റബ്ബ് അവിടെ ഇങ്ങനെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതും പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ചും സാബിറയ്ക്ക് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട്, കേൾക്കാം. അതില്ല ടീച്ചറെ, അത് വരും. ഇവർ വെളുപ്പിക്കും. MM അക്ബർ എന്ന ബിസിനസ്സുകാരനും സാക്കിർ നായരും വെളുപ്പിക്കും. ഇവർ എന്താണെന്നിട്ട് MM അക്ബർ പിന്നെ മോൻ്റെ കല്യാണം കണ്ടതല്ല നമ്മൾ. അപ്പോൾ ഇവരെല്ലാം ചെയ്യും. ഇവരത് കേട്ട് വിശ്വസിക്കുന്ന ജനങ്ങൾ വിഡ്ഢികൾ. അവർ ഇല്ലാത്ത സ്വർഗം നരകാക്കി ഇവിടെയും ജീവിച്ചിട്ട് പേടിച്ച്, ഈ ചില സെൽഫികൾ കണ്ടില്ലേ, താടിയൊക്കെ വെച്ച് പേടിപ്പെടുത്തുന്ന മാതിരി അവരെ മുഖം. അവർക്കെന്തോ ഭ്രാന്ത് തോന്നിയ മാതിരി. മറ്റുള്ളവരെ മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും അവർക്ക് പേടിയാണ്. പഴയ സുന്നികളെ ആൾക്കാരുണ്ടല്ലോ, ഉസ്താദുമാർ, അവർ ഇപ്പോഴും സുന്നികൾ. ഈ ചേകന്നൂരിനെ കൊന്നത് സുന്നിയാണെങ്കിലും കൂടിയിട്ടും സുന്നികളിൽ ആ ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ പ്ലേസിലാണ് താമസിക്കുന്നത്. ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കും, സുന്നികൾ തലയെക്കെട്ടൊക്കെ കെട്ടി പോകുന്നവർക്ക് നമ്മളെ ഒരു ശത്രുതയൊന്നും അവർ കാണിക്കലില്ല. അതേ പക്ഷേ ഈ സലഫിസം തലയെക്കളി ആൾക്കാർ, നമ്മൾ കുറച്ചൊരു ഫോർവേഡായിട്ട് നടക്കുന്ന പോകുന്നവരെ കണ്ടാലൊക്കെ ഒരു ഭ്രാന്ത് പിടിച്ച മാതിരി അവർ. പിന്നെ നമ്മൾ സ്ഥിരം അറിയുന്ന ആൾക്കാർ വരെ കണ്ടാൽ ഒരിക്കൽ ചിരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അങ്ങോട്ട് ചിരിച്ചാൽ പോലും ചെറുപ്പത്തിലേ കാണുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ അത് അവരെ തലയിൽ ഈ അക്ബറും സാക്കിർ നായിക്കും കൂടി ഭ്രാന്ത് കുത്തിവെച്ച് അവർ ഭയങ്കര ബിസിനസ്സുകാരായിട്ട് ഇവരൊരു തരം ഭ്രാന്തന്മാർ. പക്ഷെ അത് ചില ആൾക്കാർ മാത്രം കേട്ടോ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എല്ലാത്ത അധിക വിശ്വാസികൾക്കും എനിക്ക് തോന്നി ഇപ്പോഴറിയാമെന്നാണ് ഇതൊക്കെ തട്ടിപ്പാന്നാണ്. പിന്നെ അവർ ജനങ്ങളെ ബോധിപ്പിക്കാനൊക്കെ ഇങ്ങനെ നടക്കുകയെന്നാണ്. അപ്പോൾ അതേമാതിരി കുറേ കഴിഞ്ഞാൽ ഇവർ പറയും മുഹമ്മദിനെ കണ്ടിട്ട് ഇസ്ലാമിനെ വിലയിരുത്തണ്ടെന്ന് പറയും അവർ. ഇപ്പം തൊട്ടാൽ ഒതു മുറിയാതെക്കാൻ ഈ വലിയ ആണുങ്ങൾക്ക് മുല കൊടുക്കാമെന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ. ഇതൊക്കെ ഒരു മടക്കി വെച്ചതാണ്. ഇവിടെ ഇപ്പം ചിലവാകില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. ചെറിയ കുഞ്ഞുങ്ങൾ പോലും പൊട്ടിച്ചിരിക്കുന്നു വായിച്ചാൽ. അതേമാതിരി ഇനിയിപ്പോൾ എന്താട്ടെ ഇവർ പറയുക, ഭർത്താവിൻ്റെ ചിലവിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്താവിനെ വഞ്ചിക്കാൻ പാടില്ല എന്ന്. സ്വന്തം ജോലിയുള്ള അല്ലെങ്കിൽ ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ട പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എന്തും ആവാന്ന് ഇവർ പറയും. അത് ഹലാലായി. ഇതേമാതിരി ഭർത്താവിന് ആണുങ്ങൾക്ക് പിന്നെ എന്തും ആവാലോ. പിന്നെ കള്ളാണെങ്കിൽ ഇപ്പം ഈ ആൽക്കഹോളിക്കുള്ള മരുന്നുകളാണല്ലോ മൊത്തം വെക്കുന്നത്. അതേമാതിരി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയും അത്ര ഇതില്ലാത്ത എല്ലാവരും ഒരു പെഗ്ഗിൽ ഇത്ര 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കാൻ സാധാരണ കുടിയന്മാർ കുടിക്കുകയാണെങ്കിൽ ഈ ഹലാലാക്കിയിട്ട് അവരൊരു പുതിയൊരു നിബന്ധന വെക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ഒഴിക്കുക എന്ന് പറഞ്ഞിട്ട് പുതിയതുണ്ടാക്കും. അങ്ങനെ എല്ലാത്തിലും എല്ലാം ഒരു പുതിയ മയാക്കും. ലാസ്റ്റ് അവരെ പേര് അള്ളാൻ്റെ ഉമ്മത്തിങ്ങളും വിശ്വാസികളെന്നും ആകുമ്പോഴും അവർ എന്തും ചെയ്യും.
സ്വന്തം വളർത്തുപുത്രൻ്റെ മകനെ പിന്നെ ഭാര്യനെ കല്യാണം കഴിച്ചതും അള്ളാഹുവെ നിർത്തി കൊടുക്കുകയും ഈ മതത്തിൽ ഉണ്ടായ ആൾക്കാർ ചെയ്ത് കൂട്ടുന്നതൊന്നും യുക്തിവാദികളെ കൊണ്ട് അവർ പറയുന്നതാണ് അമ്മനെയും പെങ്ങളെയും ഭോഗിക്കുന്നവരെന്നാണ്. ഇത് അമ്മനെ പെങ്ങളെ ഏത് യുക്തിവാദിയാണ് ഭോഗിച്ചതെന്ന് ഇവരൊന്ന് പറഞ്ഞു തരട്ടെ. എവരെയാണ് ഈ വലിയ വലിയ പണ്ടൊക്കെ ഒരു സ്ഥലത്ത് കേൾക്കുകയായിരുന്നു. നമ്മളെ മലബാറിൽ പൊതുവേ അത് കുറവാണ്. അല്ലാത്ത ഒരു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജ്യേഷ്ഠൻ്റെ ഭാര്യമാരെ അഞ്ചന്മാർ ഇതാക്കിയെന്നും. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടറെ കൊണ്ട്, ആ പേര് ഞാൻ പറഞ്ഞില്ല, ആ ഡോക്ടറെ കൊണ്ട് എല്ലാവരും പറയുമായിരുന്നു, ഡോക്ടർ ഇങ്ങനെ ആബോർട്ട് ചെയ്ത് കുട്ടികളെ എടുത്തു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ഡോക്ടറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഡോക്ടർ ഒരു മീറ്റിങ്ങിന് പ്രസംഗിച്ചതാണ്, ഞാൻ ചെയ്ത് കൊടുക്കുന്ന എന്താണ് തെറ്റ്? മുസ്ലിംസാ കൂടുതൽ, കുറച്ചുണ്ട് ഹിന്ദുക്കൾ. പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ പ്രസവത്തിന് വന്ന് നിൽക്കുന്ന അനിയത്തിക്ക് സ്വന്തം വാപ്പാൻ്റെ സ്വന്തം ആങ്ങളൻ്റെ എല്ലാം വയറ്റിലാണ്. ഇത് വന്ന് സങ്കടം പറയുമ്പോൾ ഞാൻ എങ്ങനെ എടുത്തു കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞതാണ്. അപ്പം ഡോക്ടർ പറഞ്ഞാൽ ഇതൊക്കെ സാബിറ മുസ്ലിംസാണ്. അന്ന് ഈ BJP ഇതൊന്നുമില്ല. പിന്നാണ് ആ ഡോക്ടർക്ക് അങ്ങനെ ജാതി മതം ഇതൊന്നും ഇല്ലാത്തൊരു ഡോക്ടറാണ്. പിന്നെ ഞാൻ എങ്ങനെ എടുത്തു കൊടുക്കാതെ നിൽക്കുന്നു? ഒരു പൊട്ടിക്കരിഞ്ഞിട്ട് എൻ്റെ കെട്ടിപ്പിടിച്ചാണ് ഓരോരോ ഉമ്മമാർ കരിയുന്നത്, വാപ്പമാരും കരിയുന്നത്. വാപ്പമാർ കരിയുന്നതാണ് ആങ്ങളുണ്ടായിരിക്കും, ഉമ്മമാർ കരിയുന്നതാണെങ്കിൽ വാപ്പാൻ്റെതായിരിക്കും, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവിൻ്റെത്. പ്രസവത്തിന് സ്വന്തം വീടുള്ള ജ്യേഷ്ഠത്തികളെടുത്ത് പ്രസവം എടുക്കാൻ പോകുന്ന അനിയത്തികൾ. അപ്പം ഇതൊന്നും യുക്തിവാദികളല്ല. അപ്പം ഇതൊക്കെ ഈ വിശ്വാസികളാണ്. അപ്പോൾ എന്താണ് ഇവർ പറയുന്നതെന്നാണ് യുക്തിവാദികളെ കൊണ്ട് അമ്മനെയും പെങ്ങളെയും ഭോഗിക്കുക എന്നുള്ളത്. അപ്പം ഇനി ഇവരെല്ലാം മാറ്റും, ടീച്ചറെ, എല്ലാം മാറ്റും കുറേ കഴിഞ്ഞാൽ. പിന്നെ ഇവർക്ക് നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തോന്നിയ മാതിരിയാവും ജീവിക്കാൻ. വെച്ചാൽ കള്ളത്തരം ചെയ്യാൻ, പിന്നെ അള്ളാഹുവിൻ്റെ യുദ്ധം ചെയ്തിട്ട് പിടിച്ച സാധനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനും അള്ളാഹ്ക്കും വേണ്ടിയതാണെന്നാണല്ലോ പറയുന്നത് റസൂല്. അത് അള്ളാന്ന് പറഞ്ഞാൽ മൂപ്പരെ ഫേക്കാണ് മുതൽ. പിന്നെ അടിമ സ്ത്രീകളെ, ജൂത സ്ത്രീകളെ, മക്കളെ, ഇതൊക്കെ യുദ്ധം ചെയ്താൽ ഇപ്പോഴും യുദ്ധം ചെയ്താൽ അങ്ങനൊന്നും ആരും പറയുന്നില്ലല്ലോ. ഇവിടെ ഇന്ത്യൻ ആർമിയിലോ ഇനി വേറെ ഏതെങ്കിലും ആർമിയിലോ യുദ്ധം ചെയ്തിട്ട് കിട്ടുന്നത് മുതലുകൾ അങ്ങനെയൊന്നല്ലല്ലോ. അപ്പം ഇതൊക്കെ ഇസ്ലാം മതത്തിൽ മാത്രം കേൾക്കുന്നതാണ്. അപ്പോൾ അതേമാതിരിയാണ് ഇനിയെല്ലാം കുറേ കഴിഞ്ഞാൽ. അല്ലാണ്ട് ഈ ആളെ കിട്ടൂല. ആൾക്കാർക്ക് ബുദ്ധി ഉദിച്ച് വരികയാണ്. പക്ഷേ ഇവർ മതത്തിൽ നിന്ന് പുറത്ത് പോരാൻ ഇവർക്ക് പേടിയാണ്. വെച്ചാൽ മറ്റുള്ളവരെന്ത് തോന്നുന്നതാണല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക്. മറ്റുള്ളവർക്കും വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരവും അള്ളയൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാം പരസ്യമായിട്ട് ചെയ്യാനുള്ള ലൈസൻസ് അവർ കൊടുക്കുക. രഹസ്യമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്, വിശ്വാസികൾ രഹസ്യമായിട്ട് എല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ പരസ്യമായിട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഈ ഹലാലായിട്ട് അവർ കൊടുക്കും. യുക്തിവാദ മേഖലയിലേക്ക് ഇക്കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഒരുപാട് യുവാക്കളും യുവതികളും കടന്നു വരികയുണ്ടായി. കാരണം എന്താണ്? അധികവും ഇസ്ലാമിൽ നിന്നായിരുന്നു വന്നിരുന്നത്. ഇവരൊക്കെ ചെറിയ പ്രായം മുതലേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. 3 വയസ്സു മുതൽ മതത്തിൻ്റെ മാരകമായ വിഷം കുട്ടികളുടെ തലച്ചോറിലേക്ക് മദ്രസ വഴി കുത്തിവെക്കപ്പെടുന്നു. അത് പിന്നീട് വളർന്നു പടർന്നു പന്തലിച്ചു കഴിയുമ്പോൾ ഒരു വർഗവിരോധമായി, വിദ്വേഷമായി ഇത് മനസ്സിൽ കിടന്നു വളർന്നു വരുന്നു. അതാണ് പിന്നീട് വലിയ പൊട്ടിത്തെറിയിലേക്കും യുദ്ധങ്ങളിലേക്കും ഒക്കെ കലാശിക്കുന്നത്. അത്തരത്തിൽ യുക്തിവാദത്തിലേക്ക് ഇസ്ലാം മതത്തിൽ നിന്നും കടന്നു വന്ന ഒരു യുവാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അഷ്കറിനെ പലപ്പോഴും നമുക്കറിയാം, വളരെ സൗമ്യമായി മാത്രം സംസാരിക്കുന്ന, യുക്തിഭദ്രമായി കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള നല്ല ഒരു യുവാവാണ് അഷ്കർ. അത് ഞാൻ പറയാനുള്ള കാരണം, അഷ്കർ എന്തു പറയുമ്പോഴും
എന്തുകൊണ്ട് താനത് പറയുന്നു എന്നതിൻ്റെ തെളിവുകൾ സമർത്ഥിക്കാനും അത് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനും അഷ്കർ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. അഷ്കറിന് ഇന്ന് നമ്മളോട് വെളിപ്പെടുത്താനുള്ളത് ഖുർആനും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. കേൾക്കാം. പിന്നെ ഈ ഖുർആനിലെ ശാസ്ത്രം, പൊതുവേ ഈ ഖുർആൻ വെച്ചിട്ട് ശാസ്ത്രം കണ്ടെത്താൻ നിൽക്കുന്ന ആളുകൾ, അവരോട് പറയാനുള്ളത് ഇന്ന് ഈ മതഗ്രന്ഥം വെച്ചിട്ടൊന്നും ആരും ജീവിക്കുന്നില്ല എന്നതാണ്. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ പൊതുവേ പിന്നെ വിളിക്കുന്ന പേരാണ് തീവ്രവാദികൾ അഥവാ ISIS ഭീകരർ എന്നൊക്കെ. പക്ഷെ അവർ അത് വെച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതുപോലെ ജീവിക്കാൻ പറ്റില്ല, കാരണം അത് പാസ്റ്റാണ്. ഖുർആനിൽ പറയുന്ന പിന്നെ നിയമവ്യവസ്ഥകളും കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കുന്ന ആശയങ്ങളൊക്കെ 1400 കൊല്ലം മുമ്പുള്ള അടിമവസ്ഥയും അരാജകത്വം ഉൾക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗോത്ര നിയമങ്ങളും കാര്യങ്ങളും അവിടെ ആളുകളുടെ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. അഥവാ ആർക്കോ എന്തിനോ വേണ്ടി എഴുതിയ ഒരു ആധികാരികതയില്ലാത്ത ശുദ്ധ വിവരക്കേടും വിഡ്ഢിത്തവും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം. അപ്പം അതിൽ ശാസ്ത്രം കണ്ടെത്താൻ പോകുന്ന ആളുകളോട് അതൊരു തമാശയാണ് എന്നതാണ്. മുമ്പൊക്കെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതുകയോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്താൽ ഉടനെ ഇവർ ചോദിക്കാറുള്ള ചോദ്യമായിരുന്നു, പഠിച്ചിട്ട് വിമർശിക്കൂ, പഠിച്ചിട്ട് വിമർശിക്കൂ. അങ്ങനെ പഠിച്ചിട്ട് ഇന്ന് ക്രിസ്ത്യൻ മതത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ പബ്ലിക്കായി ഇസ്ലാമിൻ്റെ വാഴ്ത്തപ്പെട്ട അപ്പോസ്തലന്മാരായ സംഘടനയുടെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആൾക്കാരെ സമയവും സ്ഥലവും മീറ്റിംഗ് ചെയ്യുന്ന രീതികളും പറഞ്ഞ് യൂട്യൂബിലെ ലിങ്ക് ഇട്ടുകൊണ്ട് പബ്ലിക്കായിട്ട് ഡിബേറ്റിന് ക്ഷണിക്കുന്ന സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറിനെ പോലെയുള്ള ആൾക്കാർ പഠിച്ചു. അവർ വിമർശിക്കുന്നു, ബാലുശ്ശേരി വരണം, താങ്കളുടെ കൂടെ എത്ര പേരെ വേണമെങ്കിലും കൂട്ടിക്കോളൂ, പക്ഷേ താങ്കൾ ഉണ്ടാകണം. എന്നിട്ട് ആ ബ്രദർ കൂട്ടിച്ചേർക്കുന്നു, ഒരു ഡിബേറ്റിന് വേണ്ടി താങ്കൾ ജബ്ബാർ മാഷെ വെല്ലുവിളിച്ചിട്ട് റഫീഖ് സലഫിയുടെയും എം അക്ബറിന്റെയും ഒക്കെ തലയിൽ വെച്ചു കൊടുത്തതുപോലെ ആരുടെയും തലയിൽ വെച്ച് കൊടുത്തു കളയരുത്. നിങ്ങൾ പറയണം. പഠിച്ചിട്ട് ആൾക്കാർ വിമർശിക്കാൻ തുടങ്ങി. ഇനിയും നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? ഇനി നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് മരിക്കണ്ടേ എന്നാണ്. ആദ്യം ജീവിക്കണ്ടേ എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്തത്? മരിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഹൂറികളെയും മദ്യപ്പുഴയും ഒക്കെയാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. എന്തേ ജീവിക്കണ്ടേ? ജീവിതത്തെക്കുറിച്ചിട്ട് സംസാരിക്കൂ, അത് കഴിഞ്ഞിട്ടല്ലേ മരണത്തെക്കുറിച്ച്. പിന്നെ ഇവർ പറയും, നിങ്ങൾ യുക്തിവാദികളായത്? മതത്തെക്കുറിച്ച് എന്നാണോ ഇതിൻ്റെ മാലിന്യം വ്യക്തമായത്, അപ്പോഴാണ് ഒരാൾ യുക്തിവാദിയാകുന്നത്. ഈ മതം പറയുന്ന ഇതൊന്നും കഴമ്പില്ല എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് ഇത് വെറും ഒരു ബാലമംഗളത്തിലും ബാലരമയിലും കാണുന്ന കഥ മാത്രമാണ്, അത്ര പോലും മൂല്യമില്ലാത്ത വസ്തുതകളാണ് എന്നൊരാൾ മനസ്സിലാക്കുമ്പോഴാണ് മതം ഉപേക്ഷിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ അഷ്കറിന് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഈ എക്സ് മുസ്ലിങ്ങളോട് ഈ മുസ്ലിം മതവിശ്വാസികൾ ഉന്നയിക്കാറുള്ള ഒരു കാര്യമാണ്, പഠിച്ചിട്ട് വിമർശിക്കൂ. എന്താണ് പഠിക്കാനുള്ളത്? നിങ്ങൾ ഉൾക്കൊള്ളുന്ന അഥവാ ഹലാൽ മതവിശ്വാസികൾ എന്ന് വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ മതഗ്രന്ഥമായ ഖുർആൻ, ഇതിൽ ഉൾക്കൊള്ളുന്ന ആശയമായ അഥവാ ഈ ചന്ദ്രനെ പിളർത്തിയതും ഈ ബുറാക്ക് എന്ന് പറയുന്ന ഈ കഴുത പോലെയുള്ള ഒരു ജീവിയുടെ പുറത്ത് കയറിയാണ് ആകാശത്ത് പോയതും, അതുപോലെ ഈ ഷൈത്താൻ അറിയാൻ ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി ഷൈത്താന് ഏറ് കൊടുക്കുന്ന സംഭവം കാര്യമൊക്കെ പറയുന്ന, അതുപോലെ സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ പരന്ന ഭൂമിയിൽ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം ഇത് വെച്ചിട്ട് ഈ പൊതുവെ സോഷ്യൽ മീഡിയയിൽ പിന്നെ അടക്കം ഇങ്ങനെ ചാപ്പേടികൾ സ്വാതന്ത്ര്യചിന്തകർക്ക് നേരെ ഉണ്ടാവാറുണ്ട് എന്നതാണ്. ഇതാണ് ഞാൻ പറയാൻ വന്ന രസകരമായ കാര്യം. പൊതുവേ ഈ മതവിശ്വാസികളുടെ ഒരു ധാരണ എന്ന് പറയുന്നത്, ഈ സ്വാതന്ത്ര്യചിന്തകർ എന്ന് പറഞ്ഞാൽ
ഇന്നലെ പെയ്ത മഴക്ക് പൊട്ടിമുളച്ച് വന്ന ആളുകളാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. അത് തെറ്റാണ് എന്നതാണ്. ഈ വിശ്വാസകാലം കഴിയാറായി. അതുമായി വിവരക്കേട് ഉൾക്കൊള്ളുന്ന ഈ ആശയം ഒക്കെ പൊക്കിപ്പിടിക്കുന്ന കാലം കഴിയാറായി. അതിനുള്ള ഉദാഹരണം ആണ് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം. അതുമൂലമുണ്ടാവുന്ന പല ചോദ്യങ്ങളും പല ഡിബേറ്റ് ഗ്രൂപ്പുകളും നിരന്തരം ഉയർന്നു വരുന്ന ഈ ഡിബേറ്റ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ് എന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആവുമ്പോൾ പൊട്ടക്കിണറ്റിലെ തവള എന്ന വിളി, ഇതൊക്കെ ആർക്കാണ് കൂടുതൽ യോജിക്കുക എന്നത് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരു കാലത്ത് പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു എന്ന് സ്വയം മനസ്സിലാക്കി വന്ന ആളുകളാണ് ഈ സ്വതന്ത്ര ചിന്തകരൊക്കെ. അപ്പോൾ ആ വിളി കൂടുതൽ യോജിക്കുക ആർക്കാണ്? ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത് പോലെ ഒരു സ്വാതന്ത്ര്യം ഒരു മതത്തിലും ആരും നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ ഒരിടയ്ക്ക് ചീറിപ്പാഞ്ഞു പോയിരുന്നത് മീഡിയകളിലൂടെ. എന്നാൽ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം യുക്തിവാദികൾ ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഖുർആനിൽ നിന്നും വാചകങ്ങൾ അടർത്തിയെടുത്തു തന്നെ ജനങ്ങൾക്ക് അത് വ്യക്തമാക്കി കൊടുക്കാൻ തുടങ്ങി. 4 കെട്ടുന്നതും ഇനി പോട്ടെ, 72 ഹൂറികളെ വെച്ച് ഒരു പുരുഷനെ സുഖിപ്പിക്കാൻ കാത്തിരിക്കുന്ന ഈ അള്ളാഹുവിന് മുമ്പിൽ 72 സ്ത്രീകളുടെ, സ്വർഗീയ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്താണ്? അവരുടെ നീതി എന്താണ്? പടച്ചോൻ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ നമുക്ക്? ഈ പുരുഷനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ചിപ്പിക്കകത്തുള്ള ഒരു മുത്തിൽ ഒളിപ്പിച്ചാണത്രേ ഹൂറികളെ അള്ളാഹു സൂക്ഷിച്ചിട്ടുള്ളത്. എന്താരെങ്കിലും കട്ടോണ്ട് പോകുമോ? അതോ അവരാരെങ്കിലും കണ്ടാൽ അവരുടെ പിന്നാലെ പോകുമോ? അതോ ഇവരെ വിടാതെ ആരെങ്കിലും ഇവരുടെ പിന്നാലെ കൂടുമോ? പടച്ചവൻ അതിൽ നിന്നൊന്നും സംരക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ പൂട്ടിയിടുന്നത്? സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, എക്സ്പെഷ്യലി ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അഷ്കറിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഞാനിവിടെ പറയുന്നത് ഇന്നത്തെ ആധുനികപരമായ സാമൂഹികപരമായ നിലപാടോ സാമൂഹികമായ സാഹചര്യമോ ഒന്നും തന്നെയല്ല. അഥവാ ഈ മതത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം, അതുമായി ബന്ധപ്പെട്ട് മതപരമായ രീതിയിൽ അഥവാ ഇസ്ലാമികപരമായ രീതിയിൽ ജെൻഡർ രീതിയിൽ എങ്ങനെയാണ് മനുഷ്യനെ കാണുന്നത്, ഏത് രീതിയിലാണ്, അതിൽ സ്ത്രീകൾക്ക് ഒക്കെ എന്താണ് സ്ഥാനം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. യാതൊരു സ്ഥാനവും ഇസ്ലാമിലില്ല എന്നതാണ്. ഇസ്ലാമിലെ ദൈവിക സങ്കല്പം പോലും പുരുഷ സങ്കല്പമാണ്. ഒരു പ്രവാചകിമാരും ഇസ്ലാമിലില്ല. 1,00,000-ൽ പരം 1,25,000 പ്രവാചകന്മാരെ ഇറക്കിയിട്ട് അതിലൊരു പ്രവാചകിമാർ പോലും ഇല്ല എന്നതാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഏടുകളോ കിതാബുകളോ പ്രവാചകന്മാരോ സ്ഥാനമാനങ്ങളോ ഇപ്പോൾ ഇസ്ലാമിൽ ഒരു മുഫ്തിയെ പോലും കാണാൻ സാധിക്കില്ല. അഥവാ ഒരു ഖത്തീബാവാനോ സദറാവാനോ അതുപോലെ സക്കാഫി ആവാനോ ഒന്നും സ്ത്രീകൾക്ക് സാധിക്കില്ല എന്നതാണ്. പള്ളിയിൽ പോകാൻ പോലും സാധിക്കില്ല. സുന്നികളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അപ്പോൾ ഒരു സ്ഥാനമാനവും സ്ത്രീകൾക്കില്ല ഇസ്ലാമിൽ എന്നതാണ്. അതിനുപരി മറ്റു വിഭാഗങ്ങൾ, ഈ ട്രാൻസ്ജെൻഡർ, അതിലുപരി പല സെക്ഷൽ രീതിയിലുള്ള ആളുകളുണ്ട്. ഇവർക്കൊന്നും യാതൊരു പ്രാധാന്യം ഇസ്ലാമിലില്ല എന്നതാണ്. അതുപോലെ ഇപ്പോൾ ഇസ്ലാമിലെ കല്യാണ രീതി നോക്കിയാൽ ഈ പാട്രിയാർക്കൽ സിസ്റ്റം ആ രീതിയിൽ തന്നെ വരുന്നതാണ്. അഥവാ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് യാതൊരു അവകാശവും പ്രാധാന്യം അവിടെ ഇല്ല. അവിടെ കല്യാണം നടക്കുന്നത് സ്ത്രീയുടെ ബാപ്പയും മരുമകനും തമ്മിലാണ്. അഥവാ ഒരു കച്ചവടമാണ്, കച്ചവടം ഉറപ്പിക്കലാണ്. ഒരു കച്ചവടമായിട്ടാണ് കാണുന്നത്. അഥവാ ഒരു ഉടമ്പടി എന്ന നിലക്ക് കച്ചവടം ഉറപ്പിക്കൽ. അഥവാ ഈ ആട്, മാട്, ഇങ്ങനെ ഒട്ടകം അല്ലെങ്കിൽ ഈ പശുക്കളൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ മുലയും ചന്തയും ഒക്കെ നോക്കി നിറമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഉറപ്പിക്കാറില്ലേ, വില ഉറപ്പിക്കാറില്ലേ? അതേ സിസ്റ്റം, അതേ കാര്യം, അതേപോലെയാണ്. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ വീടാന്തരം കയറിയിട്ട് ചായയും കുടിച്ചിട്ട് അവരുടെ ചന്തയും മുലയൊക്കെ നോക്കി നിറമൊക്കെ നോക്കി ആ രീതിയിൽ കല്യാണം ഉറപ്പിക്കും. എന്നിട്ട് സ്ത്രീകൾ, അഥവാ ഇവിടെ പരസ്പരം ഇണകൾ തമ്മിലല്ല, ഞാൻ പറഞ്ഞില്ലേ,
സ്ത്രീയുടെ ബാപ്പയാണ് തീരുമാനിക്കുന്നത്. അഥവാ അവിടെ ഒരു കച്ചവടമാണ് നടക്കുന്നത് എന്നതാണ്. ഇതാണ് ഇസ്ലാമിലെ കല്യാണ സങ്കല്പമൊക്കെ. അഥവാ തീർത്തും ഒരു ശുദ്ധ വിവരക്കേടും വിഡ്ഢിത്തവും, അഥവാ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ തീർത്തും കളിയാക്കുന്ന രീതിയിൽ ആണ് ഇവിടെയുള്ള മതസിസ്റ്റ രീതി, പാട്രിയാർക്കൽ സിസ്റ്റ രീതി, അതിൽ ഉൾക്കൊള്ളുന്ന ഇസ്ലാം ആശയം ഇങ്ങനെയാണ്. മതം വിട്ട പല ആൾക്കാരും നമുക്ക് മുമ്പിൽ വരാനുണ്ട്, നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്, അവർക്ക് പറയാനുള്ളത് കേൾക്കാനുണ്ട്. എന്നാൽ മതം വിട്ട ആൾക്കാർ പറയുന്നതൊക്കെയും താത്വികമാണ്, എവിഡൻഷ്യലാണ്, പ്രാമാണികമാണ്. സധൈര്യം ആരോടും സംസാരിക്കാൻ അവർ സന്നദ്ധരുമാണ്. അവർ മനസ്സിലാക്കിയ സത്യങ്ങൾ അവർ മനസ്സിലാക്കിയതല്ല സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ തിരികെ വരാനും അവർക്ക് സംഭവിച്ച തെറ്റ് പബ്ലിക്കിൽ പറയാനും നമ്മൾ മതം വിട്ട പാനലിൽ കൊണ്ടുവന്ന എല്ലാ ആൾക്കാരും അതിന് വില്ലിംഗ് ആണ്. എന്നാൽ മതം സ്വീകരിച്ചവരെ കൊണ്ടുവന്ന് നിച്ച് ഓഫ് ട്രൂത്തുകാർ നിരത്തുന്നു. നാണമുണ്ടെങ്കിൽ അപ്പണി ചെയ്യില്ല, അത് വേറെ. കാരണം അവരെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് അവർ വന്നു വിളമ്പുന്നു എന്നതല്ലാതെ അവർക്ക് വ്യക്തമായി അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കാം മതം സ്വീകരിച്ചവരോട് ഒരു 1-2 പേരെ പബ്ലിക്കിൽ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരങ്ങൾ അവരൊന്ന് ഉണ്ടാക്കി തരട്ടെ. അതല്ലെങ്കിൽ അവർ ചോദിക്കട്ടെ, മതം വിട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്, അവരുമായി സംവദിക്കാൻ ഈ മതം സ്വീകരിച്ച ആരെയെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.